നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാകിസ്ഥാനിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചിട്ടേയുള്ളൂ. വെടിനിർത്തൽ കരാറൊക്കെ പ്രാബല്യത്തിൽ വന്നു. പക്ഷെ അതിനുശേഷം ഇന്ത്യ ആദ്യം ചെയ്ത ജലബോംബ് പാകിസ്ഥാനിൽ പൊട്ടിത്തുടങ്ങി എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. യുദ്ധമൊക്കെ നടക്കും. അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങളൊക്കെ തന്നെ നടക്കാതെ വരുമ്പോൾ അവിടുത്തെ ജനങ്ങൾ തീർച്ചയായും ആദ്യം ചോദ്യം ഉന്നയിക്കുക അവിടുത്തെ ഭരണകൂടത്തിനെതിരെയാണ്. അത് നടത്തിക്കാതെ അല്ലെങ്കിൽ അതിനൊരു തീരുമാനം, അതിനൊരു പരിഹാരം കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ടും അവിടുത്തെ ഭരണകൂടം അല്ലെങ്കിൽ അവിടെ രാജ്യത്തിനുള്ളിൽ തന്നെ ഒരു ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇപ്പോൾ അത് തന്നെയാണ് നടക്കുന്നത്. സിന്ധു നദിയുടെ ജലം വഴിതിരിച്ചു വിടാനുള്ള സർക്കാരിന്റെ പദ്ധതിക്കെതിരെ നടക്കുന്ന പ്രക്ഷോഭത്തിൽ പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിൽ അക്രമാസക്തരായ ജനം മന്ത്രിയുടെ വീടിന് തീയിട്ടു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിന്റെ ചില ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. സിന്ധ് ആഭ്യന്തരമന്ത്രി സിയ ഉൾ ഹസൻ ലഞ്ചറിന്റെ വീടാണ് അഗ്നിക്ക് ഇരയാക്കിയത്. ഇതോടെ പൊതുജനത്തിന്റെ രോഷവും പ്രക്ഷോഭവും കൈകാര്യം ചെയ്യാനുള്ള കെൽപ്പ് സർക്കാരിനില്ലേ എന്ന ചോദ്യം ഉയർന്നു. കലാപകാരികളിൽ മിക്കവരും AK-47 തോക്കുമായാണ് ആക്രമണം നടത്തുന്നതെന്ന് പുറത്തുവന്ന ചില ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു. കാരണം ഒരു തുള്ളി വെള്ളമില്ല അവിടെ, സാധാരണക്കാർക്കൊന്നും അവിടേക്ക് വെള്ളം എത്തുന്നില്ല. ഇത് സർക്കാരിൻ്റെ പിടിപ്പുകേട് കൊണ്ട് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് ജനങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ സാധാരണക്കാർക്ക് അവിടെ ജീവിച്ചു പോകണമെങ്കിൽ വെള്ളം വേണം, പക്ഷെ അത് കിട്ടാനില്ല. അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ ജനങ്ങൾ ഇപ്പോൾ തെരുവിലിറങ്ങി അക്രമാസക്തരാകുന്ന കാഴ്ച കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴും ഇവിടെ ഭീകരവാദികളുടെ തലയ്ക്ക് അല്ലെങ്കിൽ ഭീകരവാദികൾക്ക് നഷ്ടപരിഹാരമായി കോടികൾ ഒഴുക്കുന്ന സർക്കാരിനെയാണ് പാകിസ്ഥാനിൽ കാണാനായിട്ട് സാധിക്കുന്നത്. സിന്ധു നദിയിൽ നിന്ന് വെള്ളം വഴിതിരിച്ചു വിടാൻ ഒരു കനാൽ നിർമ്മിക്കാനാണ് സിന്ധ് സർക്കാരിന്റെ നീക്കം. ഇതാണ് ജനങ്ങളെ തെരുവിലിറക്കിയത്. പഞ്ചാബിലേക്കുള്ള ജലവിതരണം കൂട്ടാനാണ് കനാൽ നിർമ്മിക്കുന്നതെന്നാണ് സൂചന. ഈ നീക്കം തങ്ങളുടെ കൃഷിക്കും ജലസ്രോതസ്സുകൾക്കും ഭീഷണിയാകുമെന്ന് തിരിച്ചറിഞ്ഞാണ് സിന്ധിൽ ജനങ്ങൾ സർക്കാരിനെതിരെ തിരിഞ്ഞിരിക്കുന്നത്. ഇപ്പോഴേ ജലക്ഷാമ രൂക്ഷമെന്നാണ് അവരുടെ വാദം. പ്രതിഷേധക്കാർ ദേശീയപാത ഉപരോധിച്ചതോടെയാണ് പ്രശ്നം വഷളായത്. തുടർന്ന് പോലീസ് ഇടപെട്ടതോടെ സംഘർഷമായി 2 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. സിന്ധു നദീജല കരാർ മരവിപ്പിച്ച നടപടിക്ക് പിന്നാലെ ബന്ധപ്പെട്ട നദികളിൽ കൂടുതൽ വൈദ്യുതി പദ്ധതികൾ ആരംഭിക്കാൻ നമ്മുടെ കേന്ദ്ര സർക്കാരൊക്കെ തന്നെ നടപടി തുടങ്ങിയിട്ടുണ്ട്. ഒരു സൈഡിൽ അവിടെ വെള്ളം കിട്ടാതെ ആളുകൾ വലയുകയാണ്. സർക്കാരിനെതിരെ വലിയ രീതിയിൽ റോഡിലിറങ്ങി പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും നടത്താനായിട്ട്, അല്ലെങ്കിൽ അതവിടെ പൊട്ടിപ്പുറപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ ഒരു മന്ത്രിയുടെ വീടടക്കം തീ വെച്ച് നശിപ്പിച്ചതിന് പിന്നാലെ തന്നെ മനസ്സിലാകുന്നത്. വരും ദിവസങ്ങളിൽ അത് അതിരൂക്ഷമാകുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. പാകിസ്ഥാനെ സ്വന്തം ജനങ്ങൾ തന്നെ തള്ളിപ്പറഞ്ഞു തുടങ്ങി, അല്ലെങ്കിൽ പാകിസ്ഥാനെതിരെ സ്വന്തം ജനങ്ങൾ തന്നെ നീങ്ങി തുടങ്ങി എന്നുള്ളതിൻ്റെ സൂചനയാണ് ഈ പുറത്തു വരുന്ന ദൃശ്യങ്ങളും വാർത്തകളും. അതേസമയം സിന്ധു, ജലം, ചെനാബ് നദികളിൽ 3 പദ്ധതികളാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത്. നിർമ്മാണം പുരോഗമിക്കുന്ന 2 പദ്ധതികൾ വേഗത്തിലാക്കാനും നിലവിലുള്ള അണക്കെട്ടുകളുടെ സംഭരണ ശേഷി വർദ്ധിപ്പിക്കാനും പദ്ധതിയുണ്ട്. ഏപ്രിൽ 22-ന് പഹൽഗാം ഭീകരാക്രമണം നടന്നതിന്റെ തൊട്ടടുത്ത ദിവസമാണ് നദീജല കരാർ മരവിപ്പിക്കാൻ ഇന്ത്യ തീരുമാനിച്ചത്. അതേസമയം തീരുമാനം പുനഃപരിശോധിക്കണമെന്നും ചർച്ചകൾക്ക് തയ്യാറാണെന്നും കാട്ടി പാകിസ്ഥാൻ ജലവിഭവ മന്ത്രാലയം സെക്രട്ടറി സയ്യിദ് അലി മുർത്തസ കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തെ സമീപിച്ചിട്ടുണ്ട്. കരാർ മരവിപ്പിക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തെ കത്തിൽ മുർത്തസ ചോദ്യം ചെയ്തിട്ടുണ്ട്. കരാറിൽ ഇതിനുള്ള വ്യവസ്ഥയില്ലെന്നും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു. കരാർ കാലോചിതമായി പരിഷ്കരിക്കണമെന്നും ചർച്ച നടത്തണമെന്നും കാട്ടി 2023 ജാനുവരി 2024 സെപ്റ്റംബർ മാസങ്ങളിൽ കേന്ദ്ര സർക്കാർ പാകിസ്ഥാന് കത്തയച്ചിരുന്നു. അന്ന് പാകിസ്ഥാൻ മറുപടി നൽകിയിരുന്നില്ല. ഈ പഴയ കത്തിന്റെ അടിസ്ഥാനത്തിൽ ചർച്ചയ്ക്ക് സന്നദ്ധമാണെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതേസമയം പുതിയ പദ്ധതികളുടെ രൂപരേഖ ജലശക്തി മന്ത്രാലയം വൈകാതെ കേന്ദ്ര മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് സമർപ്പിക്കുമെന്നാണ് വിവരം. ചെനാബ് നദിയിൽ സവാൽകോട്ട് സ്റ്റേജ് 2, കിർത്തായ്, ദുൽഹസ്തി എന്നീ പദ്ധതികളാണ് ആസൂത്രണം ചെയ്യുന്നത്. മുൻപ് പാകിസ്ഥാന്റെ ഇടപെടൽ കാരണം പൂർണ്ണ സജ്ജമാക്കാതിരുന്ന ബർസർ ഉറി പദ്ധതികൾ നവീകരിക്കുന്നതും ആലോചനയിലുണ്ട്. ജലം നദിയിൽ 2013-14 കമ്മീഷൻ ചെയ്ത ഉറി പദ്ധതി പൂർണ്ണതോതിൽ ഉപയോഗിച്ചു തുടങ്ങിയിരുന്നില്ല. ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി അഫ്ഗാനിസ്ഥാനിലേക്ക് നീട്ടാൻ ചൈനയും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും നടത്തിയ ചർച്ചയിൽ തീരുമാനമായി എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി ഈ സാഹചര്യത്തിൽ പുറത്തുവരികയാണ്. ബുധനാഴ്ച ബെയ്ജിംഗിൽ നടന്ന അനൗപചാരിക ത്രിരാഷ്ട്ര യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി, പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഇഷാഖ് ദാർ, അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്താഖി എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. നയതന്ത്ര ഇടപെടലുകളും അതത് രാജ്യങ്ങളിലെ വ്യാപാരം, അടിസ്ഥാന സൗകര്യങ്ങൾ, വികസനം എന്നിവ വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികളും 3 വിദേശകാര്യ മന്ത്രിമാരും ചർച്ച ചെയ്തെന്ന് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. പാകിസ്ഥാൻ, ചൈന, അഫ്ഗാനിസ്ഥാൻ എന്നിവ പ്രാദേശിക സമാധാനത്തിനും സ്ഥിരതയ്ക്കും വികസനത്തിനു വേണ്ടി ഒരുമിച്ച് നിൽക്കുന്നു എന്നാണ് യോഗത്തിന് ശേഷം എക്സിലെ ഒരു പോസ്റ്റിൽ പാക് വിദേശകാര്യമന്ത്രി ഇഷാഖ് ദാർ പറഞ്ഞത്.
ഇന്ത്യയുമായുള്ള സംഘർഷം രൂക്ഷമായതിന് പിന്നാലെയാണ് ധാർ 3 ദിവസത്തെ സന്ദർശനത്തിന് ചൈനയിലെത്തിയത്. CPC ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിന്റെ ഭാഗമാണ് പാക് അധീന കശ്മീരിലൂടെ കടന്നുപോകുന്ന ചൈന-പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി. തെക്കുകിഴക്കൻ ഏഷ്യയിലെ തീരദേശ രാജ്യങ്ങളിലെ വ്യാപാര പാതകൾ പുതുക്കുക എന്ന ലക്ഷ്യമാണ് പദ്ധതിക്കുള്ളത്. ഇന്ത്യയുടെ കടുത്ത എതിർപ്പ് അവഗണിച്ച പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. POKയിലൂടെ റോഡ് പദ്ധതി നടപ്പാക്കുന്നത് പരമാധികാരത്തിലും രാജ്യത്തിന്റെ അഖണ്ഡതയിലുമുള്ള കൈകടത്തലായാണ് ഇന്ത്യ കാണുന്നത്. ഇന്ത്യയെ കരയിലൂടെ വളയാനുള്ള ചൈനീസ് ശ്രമം എന്ന നിലയിൽ BRO പദ്ധതിയെ തന്നെ പൊതുവെ സംശയദൃഷ്ടിയോടെയാണ് ന്യൂഡൽഹി വിലയിരുത്തുന്നത്. അയൽരാജ്യങ്ങളെ ചാക്കിട്ട് പിടിക്കാനും കടക്കണിയിൽ കുരുക്കി വലയിലാക്കാനും ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാനുള്ള ചൈനീസ് ശ്രമങ്ങളെ നാളുകളായി ഇന്ത്യ ചെറുത്തുപോരുന്നുണ്ട്. താലിബാൻ സൗഹൃദം. അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്ന താലിബാനുമായി അടുത്തിടെ ഇന്ത്യ സൗഹൃദം വർദ്ധിപ്പിച്ചു വരികയാണ്. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ കഴിഞ്ഞ ആഴ്ച താലിബാൻ വിദേശകാര്യമന്ത്രി മുത്താക്കിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. ഇറാനിലെ ചബഹാർ തുറമുഖം വഴി അഫ്ഗാന് സഹായം നൽകുന്നത് ഇന്ത്യ തുടരുന്നു. പാകിസ്ഥാനും ചൈനയ്ക്കും എതിരായുള്ള തന്ത്രപരമായ സൗഹൃദമാണ് ഇന്ത്യ താലിബാനുമായി ഉണ്ടാക്കി വരുന്നത്. ഇന്ത്യയുടെ നീക്കം തിരിച്ചറിഞ്ഞു തന്നെയാണ് പാകിസ്ഥാനും ചൈനയും CPC പ്രലോഭനവുമായി താലിബാന് പിന്നാലെ കൂടിയിരിക്കുന്നത്. എന്നാൽ സിന്ധിലും ബലൂചിസ്ഥാനിലും പാക് ചൈന വികാരം ശക്തമായിരിക്കെ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത് വലിയ വെല്ലുവിളിയായി മാറിയിട്ടുണ്ട്. തങ്ങളുടെ വിഭവങ്ങൾ കവർന്നെടുക്കാനുള്ള ചൈനയുടെ തന്ത്രത്തിന്റെ ഭാഗമായാണ് ബലൂചിസ്ഥാൻ സിന്ധ് മേഖലയിലെ ജനങ്ങൾ പദ്ധതിയെ കാണുന്നത്. CPCയിലെ ചൈനീസ് ജോലിക്കാർക്കും എഞ്ചിനീയർമാർക്കും പദ്ധതിക്ക് കാവൽ നിൽക്കുന്ന പാക് സുരക്ഷാ സൈനികർക്കും നേരെ നിരവധി ചാവേർ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പാകിസ്ഥാനിലേക്കുള്ള നദികളുടെ ഒഴുക്ക് നിയന്ത്രിക്കുന്നതിനായി അഫ്ഗാനിസ്ഥാനും പുതിയ അണക്കെട്ടുകൾ നിർമ്മിക്കാൻ ഒരുങ്ങുകയാണെന്നാണ് റിപ്പോർട്ട്. പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന നദികളിൽ ഇന്ത്യ നടത്തിവരുന്ന അണക്കെട്ട് പദ്ധതികളുടെ തുടർച്ചയായാണ് ഈ നീക്കം. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ ബലൂച്ച് എഴുത്തുകാരൻ മിറിയ ബലൂച്ച് പോസ്റ്റ് ചെയ്ത പ്രസ്താവനയിലാണ് ഇക്കാര്യം പറയുന്നത്. ഇത് പാകിസ്ഥാന്റെ അവസാനത്തിന്റെ തുടക്കമാണ്. ഭാരതത്തിന് ശേഷം ഇപ്പോൾ പാകിസ്ഥാനിലേക്കുള്ള ജലപ്രവാഹം തടയാൻ അഫ്ഗാനിസ്ഥാൻ അണക്കെട്ടുകൾ നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ്, മിറിയ ബലൂച്ച് പറയുന്നു. ജലസ്രോതസ്സുകളെ ചൊല്ലി മേഖലയിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടെയാണ് പുതിയ നീക്കം. താലിബാൻ ജനറൽ മുബീൻ കുനാർ മേഖലയിൽ സന്ദർശിക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ പറയുന്നു. പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന വെള്ളം നിലനിർത്താൻ 1ലധികം അണക്കെട്ടുകൾ നിർമ്മിക്കാനും അദ്ദേഹം കാബൂൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഈ വെള്ളം നമ്മുടെ രക്തമാണ്. നമ്മുടെ രക്തം ഞരമ്പുകളിൽ നിന്ന് ഒഴുകാൻ അനുവദിക്കരുത്. നമ്മുടെ വൈദ്യുതി ആവശ്യങ്ങൾ നിറവേറ്റാൻ സഹായിക്കുന്ന നമ്മുടെ വെള്ളം നിർത്തണം. നമ്മുടെ കൃഷി കൂടുതൽ ശക്തമാക്കാനും കഴിയും, ജനറൽ മുബീർ പറഞ്ഞു. കാബൂൾ നദിയുടെ പോഷക നദിയായ കുനാർ നദി അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്നതാണ്. കൂടാതെ താഴ്ന്ന പ്രദേശങ്ങളിലെ കാർഷിക മേഖലകൾക്കുള്ള ഒരു പ്രധാന ജലസ്രോതസ്സായി ഇത് കണക്കാക്കപ്പെടുന്നു. ഏതായാലും ഇപ്പോൾ പാകിസ്ഥാനെ വലിയ രീതിയിൽ തന്നെ ഇന്ത്യ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതടക്കം ബാധിച്ചു തുടങ്ങിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഇപ്പോൾ പരമാവധി ആ അവസരം മുതലെടുക്കാനാണ് ചൈന അവിടെ ഒരുങ്ങുന്നത്. അതുകൊണ്ട് തന്നെയാണ് തിരക്കിട്ടുള്ള പല നീക്കങ്ങളും ചൈന പാകിസ്ഥാനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ വരും ദിവസങ്ങളിൽ എന്തായിരിക്കും പാകിസ്ഥാന്റെ അവസ്ഥ എന്നുള്ളത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ജനങ്ങൾ തീർച്ചയായിട്ടും ഭരണകൂടത്തിനെതിരെ തിരിയാൻ ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് നിലവിലുള്ളത്.